Sum of an angle and another angle 4 times the first is 125. What is the measure of large angle? രണ്ട് കോണുകളുടെ തുക 125 ഡിഗ്രിയാണ്. ആദ്യത്തെ കോൺ രണ്ടാമത്തെ കോണിൻ്റെ 4 മടങ്ങാണ് എങ്കിൽ വലിയ കോണളവ് എത്ര? ചെയ്ത് നോക്കാമേ. ഇതിനകത്ത് ആംഗിൾസിൻ്റെ ചാപ്റ്റർ ആണെങ്കിൽ പോലും നമുക്ക് ലെറ്റർ മാക്സ് ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അതുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്താലേ പറ്റൂ. അപ്പോൾ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് 125 ആണെങ്കിൽ വൺ ഓഫ് ദ ആംഗിൾ നമുക്ക് എക്സ് എന്ന് വിളിക്കാം അല്ലേ. എക്സ് ആദ്യത്തെ ആംഗിളിൻ്റെ 4 മടങ്ങാണ് രണ്ടാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞു. അനദർ ആംഗിൾ 4 ടൈംസ് ദ ഫസ്റ്റ്, ആദ്യത്തേതിൻ്റെ 4 മടങ്ങ്. അത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര വരണം? 125 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എക്സ് പ്ലസ് 4x ഈക്വൽ ടു 125 ഡിഗ്രി. ഒരു എക്സും 4 എക്സും ഇത് കൂട്ടുമ്പോൾ ഓർത്തോണം. ഇപ്പോൾ ഒരു ആപ്പിളും 4 ആപ്പിളും ചേർത്ത് 5 ആപ്പിൾ എന്ന് പറയുന്നത് പോലെ ഒരു എക്സും 4 എക്സും ചേർത്ത് 5x ഈസ് ഈക്വൽ ടു 125 ഡിഗ്രി. സോ എക്സ് ഈസ് ഈക്വൽ ടു 125 ഡിവൈഡഡ് ബൈ 5. അതായത് ഒരു ആംഗിൾ 25 ആണ്. 25 ഗുണം 4 100 അപ്പം നോക്ക്, 25 പ്ലസ് 4 ഗുണം 25 എത്ര? 100. രണ്ടും കൂടി ചേർക്കുമ്പോൾ എത്ര കിട്ടും? 125 കിട്ടും. ഓക്കെ, ഇവിടെ എ ബി സി ഡി എന്നത് ഒരു പാരലോഗ്രാമാണ്. എ ബി സി ഡി ഒരു സാമാന്തരികമാണ്. സാമാന്തരികം അഥവാ പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ അറിയാം, ഓപ്പോസിറ്റ് ആംഗിൾ. പാരലോഗ്രാമിൻ്റെ കണ്ടീഷൻ ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. അതുപോലെ ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയായിരിക്കും? സമാന്തരമാണ് അഥവാ പാരലലാണ്. അപ്പം സമാന്തരമാണ്. പാരലൽ ലൈൻസിൻ്റെ കണ്ടീഷൻ നമുക്കറിയാം. രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ഈ ചെറിയ ആംഗിളുകൾ രണ്ടും തുല്യമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് ഈ കോണിന് തുല്യമായിരിക്കും എന്ത്? നമുക്കെങ്ങനെ എഴുതാം? ഈ കോണ് അല്ലേ, അപ്പുറം ഇപ്പുറം വരുന്ന കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ധൈര്യമായിട്ട് 80 എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ വേറെ പഠിച്ചൊരു കോൺസെപ്റ്റാണ്. എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ 3 കോണുകൾ കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ ദാ ഈ ത്രികോണത്തിൽ 30, 20, 120 നമുക്ക് എന്ത് ചെയ്താൽ 150. ഇത് 30, ഇത് 120 രണ്ടോട് ചേർക്കുമ്പോൾ 150. 150 നിന്ന് 180 കിട്ടണമെങ്കിൽ 180 നിന്ന് 150 കുറച്ചാൽ എത്രയാണ്? 30 ആയിരിക്കും ഈ കോൺ. അപ്പോൾ ഈ കോണളവ് എത്രയാണ്? 30 ഡിഗ്രി. അപ്പം 80, 30, 110 ഡിഗ്രി ആയിരിക്കും എന്ത്? ആംഗിൾ എ ബി സി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, വിച്ച് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഇൻ GNU Linux ടു ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ? GNU Linuxൽ ഒരു ചതുരം വരയ്ക്കാൻ ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്? ജിയോജിബ്ര, ആൽജിബ്ര, ജിയോളജി, ജിയോഗ്രഫി. കാണുമ്പോൾ തന്നെ അറിയാം, ഇതെല്ലാം പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതാണ് ജിയോജിബ്രയിലാണ് നമ്മൾ ഒരു ചതുരം വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എക്സ് മൈനസ് വൈ ഇസഡിന് തുല്യമായത് ഏത്? വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഇൻറ്റു ഇസഡ്. ബ്രാക്കറ്റിൻ്റെ അർത്ഥം ഇൻറ്റു എന്നാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ഈ ബ്രാക്കറ്റ് പൊട്ടിക്കൽ പ്രോസസ്സ് ഉണ്ട്. എന്താണ് ബ്രാക്കറ്റ് പൊട്ടിക്കൽ എന്ന് ഉദ്ദേശിച്ചാൽ ഈ എക്സിനെ ഇസഡിനോടും വൈനെ ഇസഡിനോടും മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടിനോടും എഴുതും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും നോക്കിക്കോ. എക്സ് ഇൻറ്റു ഇസഡ് ഇടയിലത്തെ ചിഹ്നം മൈനസ് കൊടുത്തു, വൈ ഇൻറ്റു ഇസഡ്. അതായത് എക്സ് ഇസഡ് മൈനസ് വൈ ഇസഡ്. അങ്ങനെ ഒരു ആൻസർ ഇവിടെ ഉള്ളത് ഏതാ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. The price of a notebook and pen is 24 rupees. The price of the notebook is 12 rupees more than that of the pen. What is the price of pen? ഒരു നോട്ട് ബുക്കിൻ്റെയും പേനയുടെയും വില 24 രൂപയാണ്. നോട്ട് ബുക്കിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 12 രൂപ കൂടുതലാണ് എങ്കിൽ പേനയുടെ വില. അപ്പോൾ ഒന്ന് ഓർക്കുക, നമുക്ക് അറിഞ്ഞുകൂടാ, പേനയുടെ വിലയെ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പേനയുടെ വിലയെ നമുക്ക് എക്സ് എന്ന് വിളിച്ചാൽ ഈ എക്സ് പ്ലസ് പേനയുടെ വിലയും നോട്ട്ബുക്കിൻ്റെ വിലയും കൂട്ടുമ്പോഴാണല്ലോ 24 രൂപ കിട്ടുന്നത്. അപ്പോൾ നോട്ട്ബുക്കിൻ്റെ വില എന്താണെന്ന് പറഞ്ഞാൽ നോട്ട്ബുക്കിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 12 കൂടുതലാണ്. അപ്പോൾ നോട്ട്ബുക്കിൻ്റെ വില എത്രയാണ്? എക്സിനേക്കാൾ 12 കൂടുതൽ. അപ്പോൾ ഇത് പേനയുടെ വില, ഇത് നോട്ട്ബുക്കിൻ്റെ വില. ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് എങ്ങനെ? അഡീഷൻ വരുമ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റ് ഒരു വിഷയമല്ല കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് എക്സ് എന്താ? ആഡ് എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് 2 ഇസ് ഈക്വൽ ടു 12 എന്നല്ലേ? 12. 2x പ്ലസ് 12 ഈക്വൽ ടു 24. സോ 2x ഈക്വൽ ടു 24 ഭാഗം 12. അതായത്
സോറി എല്ലാം മാറിപ്പോണു. ഒരു മിനിറ്റ്. +12 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? 24 - 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അപ്പോൾ 2x = 12 എന്ന് കിട്ടി. ദെർഫോർ x = 2 എന്ത് ചെയ്താൽ മതി? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 12/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ പേനയുടെ വില എത്രയാണ്? 6 ആണ്. ശരിയല്ലേ? പേനയുടെ വില 6ഉം മറ്റത് 6-നേക്കാൾ 12 കൊണ്ട് 18. 18 6 നോക്കി. ശരിയല്ലേ? പേനയുടെ വില 6ഉം ബുക്കിൻ്റെ വില 18. 18 6 ആണ് എന്ത്? 24 വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ പേനയുടെ വില എന്ന് പറയുന്നത് 6 രൂപ. Which is not equal to half of 2m into 2n. 2m into 2n എന്നിൻ്റെ ഹാഫിന് തുല്യമല്ലാത്തത് ഇതിനകത്ത് ഏതെന്നാണ് ചോദ്യം. നമ്മൾ സ്വാഭാവികമായിട്ട് എഴുതുമ്പോൾ 2m into 2n നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? 2m + n എന്ന് എഴുതുന്നത് തെറ്റില്ലല്ലോ. അപ്പോൾ ഈ പുള്ളിക്കാരന് ഹാഫ് കൊടുക്കുന്നത് ഹാഫിന് തുല്യമാണ്. അപ്പോൾ അതേ ആൻസർ തന്നെയല്ലേ? ഇതിന് ഹാഫ് കൊടുക്കുന്നതിന് /2 ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്താണ് ഈ ആൻസർ? ഈ ഫസ്റ്റ് വണ്ണ് നമുക്ക് ഒഴിവാക്കാം. ഇതല്ല, ഇത് ശരിയായ രൂപമാണ്. അതുപോലെ 2m + n/2 ഇതും ശരിയായ രൂപമാണ്. അപ്പോൾ ഇതും അല്ല. ഇനി ഇത് രണ്ടിലാരോ ഒരാളാണ്. അപ്പോൾ നോക്കുക, 2 ഡിവിഷൻ വരുമ്പോൾ ഇപ്പോൾ നോക്കുക, 2x / 2 എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ 2x into 2 - 1 താഴെ നിൽക്കുന്ന ഒരാൾ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് മാറ്റാൻ നേരം 2 - 1 എന്നാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് 2x - 1 എന്നാണ്. അപ്പോൾ ആ ഒരു രീതി നമ്മൾ തുടർന്നാൽ എങ്ങനെ എഴുതാം? 2m into 2n / 2നെ ഈ താഴെ നിൽക്കുന്ന 2നെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ ഇൻറ്റു 2 - 1 എന്ന് എഴുതാമല്ലോ. ഇനി അതെല്ലാം കൂടെ ചേർത്ത് 2m + n - 1 എന്ന് എഴുതാം. അപ്പോൾ ഇതും ശരിയായ രൂപമാണ്. അപ്പോൾ ഇനി അല്ലാത്തത് ഏത് മാത്രമാണ്? ഇതാണ് ഓപ്ഷൻ ഡി ആണ് അതിന് തുല്യമല്ലാത്തത്. ഓക്കെ. വാട്ട് ഈസ് 1/2 + 1/2² + 1/2³ + 1/2⁴? 1/2 + 1/2² + 1/2³ + 1/2⁴ വില എത്ര? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവസാനം വരുന്ന പവറിൻ്റെ നോക്ക് അതിനേക്കാളും ഒന്ന് കുറവായിട്ട് വരുന്ന പോലെ ടീച്ചർ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിരുന്നു. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇന്ന് ശരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത് LCM 2⁴. ഏറ്റവും ബിഗ്ഗസ്റ്റ് വണ്ണാണ് LCM ആയിട്ട് ഇതിനകത്ത് വരുന്നത്. 2⁴ വരുമ്പോൾ ഒരു 2 ഇവിടെയുണ്ട്, ബാക്കി 2³ കൊണ്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ 2² ഉണ്ട്, ബാലൻസ് 2² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ 2³ ഉണ്ട്, അപ്പോൾ ബാലൻസ് 2⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ +1 അല്ലേ. ദെൻ 2³ 2² 2⁴. 2³ എന്ന് പറയുമ്പോൾ എത്രയാണ്? 8 + 4 + 2 + 1 / 2⁴. അതായത് 8 4 12 2 14 8 4 12 2 14 1 15 അല്ലേ, / 2⁴ ആ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 15/16 15/16 കേട്ടോ. ഇങ്ങനെ വേറെ വേറെ ചോദ്യങ്ങൾ ഞാൻ അന്ന് ക്ലാസ്സിൽ 1/2 + 1/4 + 1/6 എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് വരണം? അവസാനത്തെ ആൾ അങ്ങനെ തന്നെ എഴുതാം, മുകളിൽ 5 എഴുതാം. ഇപ്പോൾ 1/2 + 8 ആണെങ്കിൽ എന്ത് വരും? ഇവിടെ 7/8 എന്ന് വരും. 1/2 + 1/4 + 1/8 + 1/16 ആണെങ്കിൽ നമ്മളെങ്ങനെ എഴുതും? 15/16. ഇനി 32 വരെയാണ് എഴുതുന്നതെങ്കിൽ നമ്മളെങ്ങനെ എഴുതും? 31/32 അങ്ങനെ എഴുതിക്കോണേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 15/16 എന്നാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെ ഒന്നും കിടപ്പില്ലല്ലോ. അപ്പോൾ 15 കിട്ടാനുള്ള മാർഗ്ഗം നമ്മൾ നോക്കുക. 1 - 1/2 എന്തായാലും മുകളിൽ 15 വരില്ല. ഇതാണ് 2⁴ × 1 2⁴ എന്ന് വെച്ചാൽ 16 - 1. ഈ ഓപ്ഷൻ കറക്റ്റ്. അതൊന്ന് ചെയ്ത് നോക്കാം. 15/16 വരുമോ എന്ന് നോക്കാം. 2⁴ 1 - 1/2⁴ LCM എടുക്കുമ്പോൾ 2⁴ വരും. 2⁴ × 1 2⁴ - 1 2⁴ എന്ന് പറഞ്ഞാൽ 16 - 1 / 16 ദാറ്റ് ഈക്വൽ ടു 15/16 തന്നെ വരും. അപ്പോൾ ഏത് ആൻസർ? ഇത് സെക്കൻഡ് വണ്ണാണ് കറക്റ്റ് ആൻസർ. വിച്ച് ഈസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഇൻ 2⁴. 2⁴ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏതാണ്? അപ്പോൾ നമുക്ക് ആദ്യം 2⁴ 100നെ
2⁴ ഹോൾ റേസ് ടു 25 എഴുതുന്ന പ്രശ്നമില്ലല്ലോ. എന്തെന്ന് വെച്ചാൽ 25 ഗുണം 4 100ആണല്ലോ. എ റേസ് ടു എം ഓൾ റേസ് ടു എ റേസ് ടു എം ഇൻറ്റു എൻ 425 2⁴ 2⁴ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 16 ഓൾ റേസ് ടു 25. 16ൻ്റെ ഏത് പവർ വന്നാലും വൺസ് പ്ലേസിൽ 6 അല്ലേ. നോക്ക് 6⁻1 6 ആണ്. 6² എന്ന് വെച്ചാൽ 36 ആണ്. 6³ എന്ന് വെച്ചാൽ വീണ്ടും 6 6 36ൻ്റെ 6 വരും. 216 വരും. അങ്ങനെ എപ്പോഴും വൺസ് പ്ലേസിൽ ഏത് നമ്പറേ വരുള്ളൂ, നമുക്ക് 6 വരുള്ളൂ. 6ൻ്റെ ഏത് പവർ എടുത്താലും എന്ത് വരും? ആൻസർ ഈസ് 6. സോ യൂണിറ്റ് പ്ലേസിലെ നമ്പർ എന്ന് പറയുന്നത് ആരായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, യൂണിറ്റ് പ്ലേസ് എന്ന് വെച്ചാൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ കേട്ടോ. എത്ര വലിയ സംഖ്യ ആണെങ്കിലും ഈ അറ്റത്തിരിക്കുന്ന സംഖ്യ ആരായിരിക്കും? 6 ആയിരിക്കും. എന്താണ് ചോദ്യം? വിച്ച് നാച്ചുറൽ നമ്പർ ഡു യു ഗെറ്റ് ഓൺ ഡിവൈഡിങ് 1/2 all cube by 1/2 all raised to 8? 1/2 all cube by 1/2 all raised to 8. അപ്പം 1/2 all cube ഡിവൈഡഡ് ബൈ 1/2 all raised to 8 എന്ന് നമ്മൾ എഴുതി. അപ്പോൾ ഒരു ഫ്രാക്ഷൻ്റെ ഡിവിഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ആളുടെ റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 all cube ഇൻറ്റു 2/1 all raised to 8 എന്നാവും. ഓക്കെ അല്ലേ ഇതുവരെ? അപ്പോൾ ഇവിടെ നോക്കുക, ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫ്രാക്ഷൻ കൊടുക്കും, ഇത് പവർ കൊടുക്കാം. 1³ ബൈ 2³ എന്നാകും. ഇത് 2�8 ഡിവൈഡഡ് ബൈ 1�8 എന്നാവും. അപ്പോൾ 1³ 1�8 ഒക്കെ എന്താ? 1 തന്നെയല്ലേ? ഇത് 1/2³ ഇൻറ്റു 2�8 ബൈ 1�8. 1�8ന് 1 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 1 ഇൻറ്റു ആ നമ്പർ എന്ത് വരും? 2�8 ഡിവൈഡഡ് ബൈ 2�3. ഡിവിഷൻ ഒരേ ബേസ് സെയിം ആയിട്ടുള്ള സംഖ്യയുടെ ഡിവിഷൻ വന്നാൽ പവർ തമ്മിൽ കുറയ്ക്കണം എന്നല്ലേ പഠിച്ചിരിക്കുന്നത്. സോ 8 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁵ വരും. 2⁵ എന്ന് പറയുമ്പോൾ എത്ര വരും? 32 വരും അല്ലേ? Area of a triangle is 50 square centimeter and the length of the perpendicular to the base is 5 centimeter. What is its base? ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് 50 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് എഴുതാം? അര ഗുണം പാദം ഗുണം ഉയരം, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 50. അപ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് എന്ത് എഴുതാം? ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഹാഫ് അങ്ങോട്ട് കൊണ്ടുപോയാൽ 50 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടണം. അതിൽ ബേസ് ഇസ് പെർപെൻഡിക്കുലാർ ടു ദ ബേസ് ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5 സെൻറ്റിമീറ്റർ അല്ലേ? പെർപെൻഡിക്കുലാർ ലൈനിൻ്റെ നീളം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ബേസ് ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 100 ആണ്. സോ ബേസ് ഇസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, which smallest natural number should be subtracted from 794 to get a perfect square? 794 നിന്നും ഏത് സംഖ്യ കുറച്ചാലാണ് അതൊരു പൂർണ്ണവർഗ സംഖ്യയാകുന്നത്? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ടീച്ചർ 35ൻ്റെ വരെയൊക്കെ ബൈഹാർട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 28ൻ്റെ സ്ക്വയറാണ് 784 കേട്ടോ. അപ്പോൾ നോക്കുക, നമ്മുടെ കയ്യിലുള്ളത് എത്ര? 794 അല്ല. 794 നിന്നും ഏത് സംഖ്യ കുറച്ചാലാണ് 784 കിട്ടുന്നത്? 10 കുറച്ചാലാണ് 784 കിട്ടും. സോ ഏത് സംഖ്യ കുറച്ചാലാണെന്ന് ചോദിച്ചാൽ ഉത്തരം എത്രയാണ്? 10. ചോദ്യം ഇതാണ്: ബൈ വിച്ച് സ്മോളസ്റ്റ് നമ്പർ ഷുഡ് 1452 ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ? 1452 ഏത് സംഖ്യ ഗുണിച്ചാലാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക? അപ്പോൾ 1452 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പം നമ്മളതിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും. അത് ഏതെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം നമുക്ക് പ്രൈം ഡിവിഷൻ മെത്തേഡ് അറിയാമല്ലോ, പ്രൈം ഫാക്ടർ ഡിവിഷൻ അറിയാമല്ലോ. അത് വെച്ച് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യും. 2 കൊണ്ട് ചെയ്യുമ്പോൾ 7 2 6 2 3 2s are 6 റിമൈൻഡർ 1 12ൽ 6 3 വരും.
ഇതിന് 3 കൊണ്ട് ചെയ്യാം. സോ 1 2 1 വരും. എഗെയിൻ 11 11. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലായി. എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതായത് നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് ജോഡിയായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത് ഇവിടെ 2 ജോഡിയുണ്ട്, ഇവിടെ 11 2 ജോഡിയുണ്ട്. അപ്പോൾ ആരാണ് പെയറില്ലാതെ നിൽക്കുന്ന ആൾ? 3 ആണ്. ആ 3 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഇത് എന്താവത്തുള്ളൂ? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. The two sides of a triangle are 10 cm and 7 cm long. Which of the following cannot be the third side of that triangle? ഒരു ത്രികോണത്തിന് 2 വശങ്ങൾ 10 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂന്നാമത്തെ വശമാകാൻ സാധിക്കാത്തത് ഏത്? അപ്പോൾ ഏറ്റവും നീളം കൂടിയ വശമെന്ന് പറയുന്നത് മറ്റ് 2 വശത്തിനേക്കാൾ മറ്റ് 2 വശങ്ങളുടെ തുകയേക്കാൾ കുറവായിരിക്കണം. അതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 10 7, മൂന്നാമത്തെ ആൾ 6 ആണെന്ന് വിചാരിക്കുക. 7 6 എത്രയാണ്? 14. അപ്പോൾ 14നേക്കാളും കുറവാണ്. ഇതുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. അടുത്തത് 10 7 5 ആണ്. 7 5 12, 12നേക്കാൾ കുറവാണ് 10. ഇതുകൊണ്ട് നമുക്ക് വരയ്ക്കാം. അടുത്തത് 10 7 4 കൊടുക്കാം. ഈ ഓപ്ഷൻ 7 4 11, 10നേക്കാൾ വലുതാണ്. ഇതുകൊണ്ടും വരയ്ക്കാം. അടുത്തത് എത്ര? 10 7 3. 7 3 10 സെയിം ആയിട്ട് വന്നു. അത് എന്ത് പറ്റില്ല, നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. അതായത് ഏറ്റവും നീളം കൂടിയ വശത്തിൻ്റെ നീളം മറ്റ് 2 വശങ്ങളുടെ തുകയേക്കാൾ കുറവായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ സാധിക്കൂ. ഇതൊരു ലോജിക്കൽ തിങ്കിങ് ചോദ്യമാണ്. റീസണിങ്ങിൽ വരുന്ന ഒരു ചോദ്യമാണ്. ചിലപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക. ഇഫ് 25 = 49 എന്ന് കൊടുത്തിട്ടുണ്ട്, 12 = 9, 24 = 36, 19 = 10 എന്ന് കൊടുത്തു എങ്കിൽ വാട്ട് ഈസ് 36? എന്താണ് 36ൻ്റെ വില? അപ്പോൾ ഈ 25 എങ്ങനെ 49 ആയെന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പം തല പുകഞ്ഞ് ആലോചിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്കിതാ ഇങ്ങനൊരു വഴി കിട്ടും. അതായത് 2 + 5 എത്രയാണ്? 2 + 5 is 7. 7ൻ്റെ സ്ക്വയർ എത്ര? 49. ആ ഒരു ഐഡിയ ഇവിടെ കൊടുത്താൽ പോരെ. 12 എന്ന് വെച്ചാൽ 1 + 2 എത്രയാണ്? 3. 3യുടെ സ്ക്വയർ എത്ര? 9. അടുത്ത എത്രയാണ്? 2 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. 6ൻ്റെ സ്ക്വയർ എത്ര? 36. അങ്ങനെയാണെങ്കിൽ 3 + 6 എത്രയാ? 9. 9ൻ്റെ സ്ക്വയർ എത്രയാണ്? 81. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെയുള്ള റീസണിങ്ങിലെ ചില ചോദ്യങ്ങളോടെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ.